വിജയകാന്തിന് എന്നും മനസ്സിൽ നിറഞ്ഞു നിൽക്കുന്ന ഓർമ്മകളായിരുന്നു തിരുവനന്തപുരം. ചെന്നൈയിൽ അദ്ദേഹം യൗവനകാലത്ത് ഒരുപാട് ചാൻസ് ചോദിച്ച് നടന്നു. അതിനുശേഷമാണ് ജോലിക്ക് വേണ്ടി തിരുവനന്തപുരത്തേക്ക് എത്തുന്നത്. അദ്ദേഹത്തിൻ്റെ യൗവന കാലഘട്ടത്തിൽ കുറേയേറെ നാൾ അദ്ദേഹം തിരുവനന്തപുരത്ത് ചെലവഴിച്ചിട്ടുണ്ട്. അദ്ദേഹത്തിൻ്റെ അടുത്ത സുഹൃത്ത് മധുര സ്വദേശി സുന്ദരരാജൻ്റെ സഹോദരി മുക്താബായും ഭർത്താവ് കണ്ണനും തിരുവനന്തപുരം ആര്യശാലയിലായിരുന്നു താമസിച്ചിരുന്നത്. ആ ബന്ധത്തിലാണ് വിജയകാന്ത് തലസ്ഥാനത്തേക്ക് എത്തുന്നത്. അന്ന് അദ്ദേഹം താമസിച്ചിരുന്നത് കിള്ളിപ്പാലത്ത് നിന്ന് ചാലയിലേക്ക് പോകുന്ന ഈ ഭാഗത്താണ്. ഇന്നതിൻ്റെ അവശേഷിപ്പുകളൊന്നുമില്ല. കണ്ടില്ലേ, വലിയ കടകളും വലിയ വ്യവസായ സ്ഥാപനങ്ങളും ഒക്കെയാണ് ഇവിടെ ഇപ്പോഴുള്ളത്. വിജയകാന്ത് എൻ്റെ ഫാദറിനുള്ള വീട്ടിൽ ഇവിടെ വരും, ഇവിടെ ട്രിവാൻഡ്രം. വിജയകാന്ത് ഇവിടെ വന്നപ്പോൾ 1982 വന്നിരുന്നത്. ഇവിടെ 82 വന്നിട്ട് എൻ്റെ ഫാദറിനുള്ള കടയിൽ സെയിൽസ്മാനായിട്ടാണ് ഉണ്ടായിരുന്നത്. തിരുവനന്തപുരത്തെ ആദ്യകാല തിയേറ്ററുകളിൽ ഒന്നായ അജന്ത, ഇവിടെയായിരുന്നു അദ്ദേഹം സ്ഥിരമായി സിനിമ കാണാൻ എത്തിയിരുന്നത്. സിനിമാ മോഹങ്ങൾ അദ്ദേഹത്തിൻ്റെ മനസ്സിൽ കൂടുതൽ ദൃഢമായത് ഇവിടെ നിന്നൊക്കെയാകാം. ജയൻ ഉണ്ടല്ലോ, ഫിലിം ആക്ടർ ജയൻ, പുള്ളിയുടെ കാണാൻ പോകും, വരും. അങ്ങനെ പുള്ളി ജയൻ പോലെയുള്ള ആംസ്റ്റർക്ക് ഇങ്ങനെയുള്ള അങ്ങനെയുള്ള പരിപാടി ഉണ്ടായിരുന്നത്. ഇവിടെ മിക്കവാറും പുള്ളി തിരുവനന്തപുരത്തെല്ലാം കാണും. ശ്രീമാൻ തിയേറ്റർ, ഇവിടെ ശ്രീവിശാഖ് തിയേറ്റർ, പടങ്ങൾ കണ്ടുകൊണ്ട് തട്ട് ദോശ അങ്ങനെ കളിച്ചുകൊണ്ടിരുന്നത് പുള്ളി. അങ്ങനെയെല്ലാം ജാലിയായിട്ട് അങ്ങനെ സംസാരിച്ചിട്ടുണ്ടാണ്. അങ്ങനെയാണ് ബന്ധങ്ങൾ നമുക്ക്. ഒരു ഷാംപൂ കമ്പനിയുടെ റെപ്രസെൻറ്റേറ്റീവ് ജോലിക്കായാണ് വിജയകാന്ത് തിരുവനന്തപുരത്തേക്ക് എത്തിയത്. അങ്ങനെ തമ്പാനൂരും കിഴക്കേക്കോട്ടയും ചാലയും കോവളവും ഒക്കെ മധുരയേക്കാൾ വിജയകാന്തിന് പരിചിതമായി. വെൽവെറ്റ് ഷാംപൂ ഡിസ്ട്രിബ്യൂട്ടർ എടുത്തുകൊണ്ട് മാർക്കറ്റിംഗ് ചെയ്തുകൊണ്ടിരുന്നത്. അപ്പോൾ ആ 84 വന്ന് ഇവിടെ കല്യാണം കഴിച്ചിട്ട് ഇങ്ങോട്ട് വന്നപ്പോൾ അപ്പോൾ ഷൂട്ടിംഗ് വേണ്ടി കൂടെ പുള്ളി ഇവിടെ വരും ഷൂട്ടിംഗ് വേണ്ടി കോളത്തിൽ. അപ്പോൾ 4 മാസം ഇവിടെ തന്നെ പുള്ളി എൻ്റെ ഫാദറിൻ്റെ വീട്ടിൽ താമസിക്കും. പിന്നെ ഇവിടെ സെൻട്രൽ തിയേറ്റർ, അജന്ത തിയേറ്റർ പടങ്ങൾ കണ്ട് അങ്ങനെ കളിച്ചുകൊണ്ടിരിക്കും പുള്ളി. വിജയകാന്തിൻ്റെ സുഹൃത്ത് കണ്ണന് ഓവർ ബ്രിഡ്ജിൽ ഈ കാണുന്ന ആസാദ് ഹോട്ടലിനോട് ചേർന്ന് ഒരു ഫാൻസി സ്ഥാപനം ഉണ്ടായിരുന്നു. ജ്യോതി ജ്വല്ലറി എന്നായിരുന്നു പേര്. 1980 വിജയകാന്ത് തമിഴകത്തിൽ തിരക്കുള്ള നടനായി മാറി. അപ്പോഴേക്കും കണ്ണന് ചില സാമ്പത്തികമായ ബുദ്ധിമുട്ടുകൾ ഉണ്ടായിരുന്നു. അങ്ങനെ തിരുവനന്തപുരത്ത് വീട് വിറ്റു, ജ്യോതി ജ്വല്ലറി എന്ന സ്ഥാപനവും നിർത്തി. ഇതറിഞ്ഞ വിജയകാന്ത് തിരികെ തിരുവനന്തപുരത്തെത്തി ആ സ്ഥാപനം സ്വന്തം പേരിൽ വാങ്ങി കണ്ണന് നടത്താൻ കൊടുത്തു. കണ്ണൻ്റെ മരണത്തിനും വിജയകാന്ത് തിരുവനന്തപുരത്ത് എത്തിയിട്ടുണ്ട്. തമിഴ് സിനിമാ പ്രേമികളുടെ മാത്രമല്ല മലയാളികളുടെയും ഹൃദയം കവർന്നാണ് വിജയകാന്ത് യാത്രയാകുന്നത്. ക്യാപ്റ്റന് വിട. അരുൺ മുരളീധരനൊപ്പം AK സ്റ്റെഫിൻ, മാതൃഭൂമി ന്യൂസ്, തിരുവനന്തപുരം.